സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഞങ്ങൾ ജോഹന്നാസ്ബർഗിലേക്കാണ്. അതായത് സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ നിന്ന് കേപ്പ് ടൗണിൽ നിന്ന് ഞങ്ങൾ ആദ്യം ജോർജ് ടൗണിൽ ചെല്ലുന്നു. ജോർജ് ടൗണിൽ നിന്ന് നേരെ ജോഹന്നാസ്ബർഗിലേക്കാണ് പോകുന്നത്. ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്നത് വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടെ അതുപോലുള്ള ഒരുപാട് ഡ്രഗ് അഡിക്ട്സ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഈ ഏറ്റവും കൂടുതൽ പന്തയം നടക്കുന്ന ആ സ്ഥലമാണ് കേട്ടോ. അവിടെ നമ്മൾ നോക്കുക, ഹോട്ടലിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം, അതായത് വാതുവെപ്പ് കേന്ദ്രങ്ങളാണ് അതിനകത്തെല്ലാം ഉള്ളത്. ചീട്ടുകൾ മുതൽ തുടങ്ങി വലിയ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു വല്ലാത്ത ലോകമാണ് നമ്മൾ കാണുന്നത്. കാരണം ഏതാണ്ട് ഒരു 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 500 പേര് ഓരോ മേശയുടെ അവിടെയൊക്കെ ഇരുന്നിട്ട്, പല മേശകളിലായിട്ട് ഇരുന്നിട്ട് ഇതേപോലുള്ള കളികളാണ് നടത്തുന്നത്. ഈ കളികളിലൊക്കെ കോടികളാണ് മറിയുന്നത്. അതാണ് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ താഴത്തെ നില, ഏറ്റവും അടിയിൽ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ഇതാണ്. അപ്പം ബാക്കി നമുക്ക് നല്ല റൂമൊക്കെയാണ്, അതിനകത്തൊക്കെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ അവിടെ ചെന്നു. അതിനിട്ട് പിറ്റേന്ന് രാവിലെ ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത് പിന്നെ അവിടുത്തെ ഒരു വലിയ ഡയമണ്ട് മൈൻ കാണാനാണ്. അത് കള്ളിനൻ ഡയമണ്ട് എന്ന് പറയുന്ന ഡയമണ്ട് ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ ആദ്യത്തെ ബാച്ച് തന്നെ ഞങ്ങൾ, കാരണം അത് അങ്ങനെ ഓരോ ബാച്ചായിട്ടാണ്. അവിടെ രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ശരിയായ ക്ലാസ് തരികയാണ്. എന്താണ് ഡയമണ്ട് എന്നും ആ ഡയമണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് അവർ മൈനിൽ നിന്ന് എടുക്കുന്നതെന്നും എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ പ്രോസസ്സിങ്, അത് നമ്മളെ കാണിക്കത്തൊന്നുമില്ല. എന്നാലും അത് ഏതൊക്കെ വിധത്തിൽ ഡയമണ്ട് ഉണ്ട്, ഏതൊക്കെ തരം ഡയമണ്ടുകൾ ഉണ്ടെന്നും ഒക്കെ നമ്മളെ കാണിക്കും. ഡയമണ്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ഇത് ഖനനം ചെയ്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ ഞാൻ കേട്ടേക്കുന്നത് ഏറ്റവും നല്ല കട്ടിങ് എന്ന് പറയുന്നത് ബെൽജിയം കട്ടറാണ് ഞാൻ കേട്ടേക്കുന്നത്. ബെൽജിയം എന്ന് പറയുന്നത് നമ്മൾ മിററ് അതേപോലെ ഡയമണ്ട്, ഇതൊക്കെ ബെൽജിയം, അവിടെ ഏറ്റവും നല്ല കട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കള്ളിനൻ ഡയമണ്ട് എന്ന് പറയുന്ന ഡയമണ്ട്. വളരെ ലോക പ്രശസ്തമാണ് ഈ ഫാക്ടറി. ഇത് അവിടെ അത് ഏക്കറുകൾ കണക്കാണ്. ഒരുപാട് നടക്കണം, ഇതിനകത്ത് ഒരുപാട് നടക്കണം. അപ്പോൾ ആദ്യം ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ഇത് ഡയമണ്ട് മൈനിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചുമ്മാ ഒരു ഗ്രൗണ്ട് പോലെയാണ്, ഓരോ പാറകൾ ഇങ്ങനെ കൊണ്ടുവെക്കും. ഈ പാറ എന്ന് പറയുന്നത് വളരെ ബലം കുറഞ്ഞ ആ പാറ നമുക്ക് പൊടിക്കാം കേട്ടോ, കൈകൊണ്ട്. പക്ഷെ അതിനകത്ത് അന്നേരം ആ ഡയമണ്ട് ഉള്ള ഭാഗം നമുക്ക് അങ്ങനെ നോക്കിയെടുക്കാം. പക്ഷെ അത് പിന്നെ ഒരുപാട് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഡയമണ്ട് ആയി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഒരുപാട് ജോലിയുണ്ട്. ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ജോലി പറഞ്ഞില്ലേ, അതുപോലൊന്നും അല്ല. അതിൻ്റെയൊക്കെ 100 ഇരട്ടി വർക്കാണ് ഇതിന് ഉള്ളത്. മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഈ പാറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു വലിയ നല്ല ചട്ടി തൊപ്പിയൊക്കെ തരും തലയിൽ വെക്കാൻ. എന്നിട്ട് ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. തറയിൽ കുനിഞ്ഞ് ഒരു സാധനം എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബാർ ചെയ്യും, ഇറക്കി വിടും. ഒരു സാധനവും തറയിൽ നിന്ന് എടുക്കാൻ പാടില്ല. നമ്മുടെ ഇന്ന് എന്തെങ്കിലും താഴെ വീണ് പോയെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ വന്നത് എടുത്തു തരും. അല്ല, നമുക്ക് തറയിൽ കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പാടില്ല. കാരണം ഈ വലിയ ഗ്രൗണ്ടിലെല്ലാം അവിടെയൊക്കെ ഡയമണ്ടിൻ്റെ പലത് കാണും. അവർക്കത് ഒരെണ്ണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഇങ്ങനെ അവസാനം ഈ ഡയമണ്ടിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞു, അയാളുടെ അമ്മാവനുണ്ടല്ലോ, അയാളുടെ അമ്മാവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്നേരവും ജോലി ചെയ്യുന്നുണ്ട്. അയാൾ അവിടെ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് വരെയും അയാൾ ഈ ഡയമണ്ട് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് അയാളെ കയറ്റിയിട്ടില്ല. അവിടെ വളരെ കുറച്ച് ആളുകളെ മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് ഏറ്റവും അരിച്ചു പറക്കി ഏതോ ഒരു 3-4 പേരാണ് അതിനകത്ത് കയറുന്നത്, ഈ ഡയമണ്ട് കട്ട് ചെയ്യുന്നിടത്ത്. അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ടുള്ള ഒരാളെ കുറിച്ച് ഇയാൾ പറഞ്ഞു. അവിടുത്തെ ഒരു AC മെക്കാനിക്ക്, ഇവിടുത്തെ AC ചീത്തയായപ്പോൾ അതിൻ്റെ മെക്കാനിക്ക് അവിടെ ഒന്ന് കയറി അയാളിത് പതുക്കെ കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണാൻ ഒക്കുള്ളൂ, അല്ലാതെ ഇത് കാണാൻ ആർക്കും ഒക്കത്തില്ല. അപ്പം ഞാൻ പ്രതീക്ഷിച്ച് പോയത് ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചായിരുന്നു. ചുമ്മാ ഉള്ളി തൊലിച്ചോലായിപ്പോയി, അതൊന്നും കാണാൻ പറ്റില്ല. കാരണം ഇത് ഡയമണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ
അവിടെ ഒരു പവിലിയണിലെ ഡയമണ്ടുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വിലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡയമണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വകയായിട്ടുള്ള ബ്രിട്ടനിൽ ഇപ്പോൾ ഇരിക്കുന്ന കോഹിനൂർ രത്നം, അതിൻ്റെ കറക്റ്റ് മോഡൽ അത് തന്നെ കോഹിനൂർ അവിടെ ഉണ്ട്, ഒരെണ്ണമുണ്ട്, ഡയമണ്ട് ഉണ്ട്. വലിയൊരു ഡയമണ്ടാണ്, നല്ല നല്ല നീല കളർ, കാണേണ്ട കാഴ്ചയാണ് അത് കേട്ടോ. അത് കാണാൻ അത്ര സുഖമാണ് കാണാൻ. അതെല്ലാം മുഴുവൻ വലിയ ഗ്ലാസ് ബോക്സിനകത്ത് ഇട്ടിട്ട് ഭയങ്കര ഹൈ സെക്യൂരിറ്റിയിലാണ് അവിടെ കയറുന്നത്. അവിടെ കയറുമ്പോൾ കൂടുതൽ ആളുകളൊന്നും, കാരണം ഇത് തൊടാൻ പോലും ഒക്കത്തില്ല മുഴുവൻ, അത്ര വലിയ കട്ടി ഗ്ലാസ് ഇട്ട് അതിനകത്താണിത് പ്രതീക്ഷിച്ച് വെച്ചേക്കുന്ന ഓരോന്നും. അങ്ങനെയുള്ള ഡയമണ്ടുകളൊക്കെ കണ്ടു ഞാൻ. അന്നേരം അതിൽ സാധാരണ ഒരു ഡയമണ്ട് എന്ത് വില വരും എന്നറിയാനായിട്ട് നല്ല ഒരു ഡയമണ്ട് ഒന്ന് നോക്കി, ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ 76,000 രൂപയ്ക്ക് ഇത് കിട്ടിയ വളരെ നല്ലതാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. കൊള്ളാം, നല്ലതാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് $76,000. അപ്പോൾ അതിൻ്റെ വില നമ്മളൊന്ന് ഊഹിച്ചാൽ മതി. അത് സാധാരണ ഒരു നല്ല ഡയമണ്ടിൻ്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിൽ ഏറ്റവും ചെറുതെന്നാൽ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ ഏറ്റവും അതിൽ ഏറ്റവും കുറഞ്ഞ ഡയമണ്ട്, ഏറ്റവും ചെറുത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്ത്യൻ രൂപ കണക്കാക്കുമ്പോൾ 46,000, 46,000 രൂപ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിക്കുന്ന ഉദ്യമം അങ്ങ് കളഞ്ഞു. ഇത് വേണ്ട, നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഡയമണ്ട് വേണ്ട എന്ന് വിചാരിച്ചു. അതാണ് ഡയമണ്ട് ഫാക്ടറി. ധാരാളം ആളുകൾ സന്ദർശിക്കുന്നതാണ് ഈ കളിനൻ. അവർ ലോകപ്രശസ്തമായ ഡയമണ്ട് ഫാക്ടറിയാണ്. അത് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. പിന്നെ ഈ ഡയമണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നു. നമുക്കൊരു ഡയമണ്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടേ അത് എടുക്കുള്ളൂ. അല്ലാതെ അത് കൈകൊണ്ട് അവർ ഗ്ലൗസ് ഇട്ടാലും ആ വിരലുകൊണ്ട് അത് എടുക്കത്തില്ല. അതിന് പ്രത്യേക ടൂളുണ്ട്, അത് വെച്ച് മാത്രമേ അത് പിക്ക് ചെയ്യത്തുള്ളൂ ആ ഡയമണ്ട്. അത്ര ആ രീതിയിലാണ് അത് പ്രിസർവ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആ പാറകളെന്ന് കണ്ടാൽ നമുക്കത് ഈ ഡയമണ്ട് ഒന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കിടക്കുന്നതിലൊക്കെ ഇത് കാണും കേട്ടോ. കാരണം ഈ പാറ ഇങ്ങനെ മുകളിൽ കൂടെ കൊണ്ടുവന്നൊക്കെ പൊഴിഞ്ഞൊക്കെ താഴെ വീഴുന്നുണ്ട് ഇടയ്ക്ക്, ഞങ്ങൾ കണ്ടു. അതിനായി തലയിൽ ചട്ടിത്തൊപ്പി തരുന്നത്, കാരണം നമ്മുടെ മണ്ടേ വീണ് പൊട്ടിക്ക് പോകാതിരിക്കാൻ, മുറിവ് പറ്റാതിരിക്കാനാണ്. അപ്പം ഇത് ഈ മുകളിൽ കൂടെ എല്ലാം ഇതിനെ കൺവെയറിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്നോ ട്രോളിക്കകത്ത് ഈ സാധനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അത് എന്തിനു പോകുന്നു, എവിടെ പോകുന്നതൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള ഭാഗത്തൊന്നും നമ്മളെ കൊണ്ട് കയറ്റത്തില്ല അവർ. അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്. മാത്രമല്ല ഇത് കട്ട് ചെയ്യുന്നിടത്ത് ആരെയും പ്രവേശിപ്പിക്കത്തില്ല. കാരണം പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിൻ്റെ താല്പര്യത്തിന് വളരെ ഹാനികരമായിരിക്കും. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു $76,000 പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 76 × 80 നമ്മളൊന്ന് നോക്കിയാൽ മതി, എത്ര രൂപ വരും. അത്രയും വിലയുള്ള ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലുള്ളത് അവിടെ ധാരാളം എണ്ണ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തിരിക്കുന്ന കൂടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ വില കണക്കാക്കി എടുക്കാൻ പോലും പറ്റത്തില്ല. അവരുടെ ആ ഷോറൂമിൽ അതിനകത്തൊരു നമ്മളെ ഈ ചെല്ലുന്ന ആൾക്ക് വലിയ ടിക്കറ്റ് എടുത്ത് നമ്മളെ കയറ്റുന്ന, അല്ലാതെ വെറുതെ ഒന്നും അവിടെ കയറാൻ പറ്റത്തില്ല. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഈ രീതിയിലാണ് വച്ചേക്കുന്നതും ഇത്രത്തോളം വിലയാണ് കേട്ടോ. ഇതൊരു മായിക ലോകമാണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ അൺകട്ട് ഡയമണ്ട് അതുമുണ്ട് കേട്ടോ. അതിന് ഇത്രത്തോളം വിലയില്ല, എന്നാലും ഉണ്ട്, ധാരാളം ഉണ്ട്. അതും ഒരു രീതി. അൺകട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കട്ട് ചെയ്യുന്നത് 6 വിധത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. 6 മോഡലാണ് ഉള്ളത് ആകെ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ റൗണ്ടാണ്. ബാക്കിയുള്ളത് മോശമൊന്നുമല്ല, ഒരു ത്രികോണാകൃതിയിലിരിക്കും, പ്രസന്റ് സൈസിലിരിക്കും, ആ രീതിയിലൊക്കെ ഉള്ള ഡയമണ്ടുകളുണ്ട് പോലെ. ഇത് ഓരോ കട്ടിങ്ങിനും ഓരോ രീതിയിലാണ് അതിൻ്റെ വില പോകുന്നത്. വളരെ വലിയ നമ്മൾ ചിന്തിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അൺകട്ട് ഡയമണ്ട്സിനെയാണ് ഇന്ന് ഒരുപാട് ആവശ്യക്കാരൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല. അതിനും ഈ വില വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. അൺകട്ട് അൺകട്ട് നടത്തുന്നത് ഒരാൾ നമ്മുടെ മൂവാറ്റുപുഴ എന്നുള്ള ഒരാൾ സൗത്ത് ആഫ്രിക്കയിലുണ്ട്, അവർക്ക് നടത്തുന്നുണ്ട്. പിന്നെ വേറെ ചില ആളുകൾ, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളേ ഉള്ളൂ, ഡയമണ്ട് കച്ചവടത്തിനൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.